ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. ഇന്നലെ റീഡിംഗ് ഉണ്ടായില്ല, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോഴേക്കും കുറേ പേര് മെസ്സേജ് ചെയ്തു, നിംസേ എന്തുകൊണ്ട് റീഡിംഗ് എടുക്കാത്തേ ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ റീഡിംഗ് ആയിക്കോട്ടെ. കാർഡ് ഷഫിൾ ചെയ്യാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, കറൻറ്റ് ഫീലിങ്സ് എന്താണ്. കുറച്ച് പേരൊക്കെ മെസ്സേജ് ചെയ്തേ, പേഴ്സൺ വന്നു പോയി, ഓൺ ആൻഡ് ഓഫ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഓരോരോ കാർഡായിട്ട് എടുക്കുകയാണ്. ആദ്യത്തെ കാർഡ് 7 ഓഫ് കപ്സിൻ്റെ എനർജി. രണ്ട് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് കിട്ടിയിട്ടുള്ളത്. ഹൈ പ്രീസ്റ്റസ് എനർജി, സൺ, ക്യൂൻ ഓഫ് വാൻഡ്സ്, 9 ഓഫ് കപ്സ്. ഇവിടെ 4 ഓഫ് സ്വാർഡ്സ് റിവേഴ്സ് ആണ്. 7 കാർഡ് മതി. ആദ്യത്തെ കാർഡ് എന്താണ്? 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നു എന്നാണ് കാർഡ് പറയുന്നത്. അവരുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചോയ്സ് ആയിരുന്നു നിങ്ങളെന്ന് പറയുന്നു. പാസ്റ്റിലുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ അവർക്കൊരു ചോയ്സ് ആയിരുന്നു, ഓപ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളതും. ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫ്യൂച്ചറിനെ കുറിച്ചാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളെ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഈ ബന്ധമെന്ന് പറയുന്നത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോയിട്ടുള്ളൊരു ബന്ധമാണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായില്ല. എന്നാൽ ഇന്ന് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം തന്നെയാണ്, വാല്യൂ തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. നിങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അവരിലെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ശരിയായ സ്റ്റെപ്പ് തന്നെയാണ് അവർ വെക്കാൻ പോകുന്നത് എന്ന് അവർ തിരിച്ചറിയാണ്. നോക്കാം നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ഈ ഒരു ബന്ധം എൻഡായി പോയിട്ടില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങൾക്കിടയിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സൈക്കിൾ നിങ്ങളിലേക്ക് തിരിയാണ്. ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. ചേഞ്ചിനെയാണ് കാർഡ് പറയുന്നത്. പുതിയ വിശ്വാസങ്ങൾ അവരിൽ വന്നിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തി ശരിയായ വ്യക്തിയാണ്, ജനുവിനാണ് എന്നവർ മനസ്സിലാക്കുകയാണ്. ന്യൂ ഫൗണ്ടഡ് അവയർനെസ് എന്നാണ് കാർഡ് പറയുന്നത്. ഈ ബന്ധം തുടങ്ങുകയാണ്. ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റീബർത്ത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രെയർ തന്നെയാണ് ഇവിടെ അവരിലേക്കൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ കരുതും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തേ? ഞാൻ വെറുതെയാണോ ദൈവത്തെ വിശ്വസിക്കുന്നത്? ഞാൻ വെറുതെയാണോ മെഡിറ്റേഷനും മാനിഫെസ്റ്റും ചെയ്യുന്നേ? അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സണ് ചുറ്റും നെഗറ്റീവ് എനർജീസ് ഉണ്ട്, നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവ് എനർജീസ് ഉണ്ട്. നമ്മൾ പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലെ നെഗറ്റീവൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്ന് പോസിറ്റീവായി മാറും. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. അവർ എത്രയും പെട്ടെന്ന് വരാൻ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ അവരെ ചേസ് ചെയ്ത് പോകരുത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്
സാധ്യമാകുള്ളൂ. നെഗറ്റീവ് എനർജീസ് പോണ്ടേ? വ്യക്തികളുടെ എനർജീസ് ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം ആരാണ് നിങ്ങളെ തമ്മിൽ വേർപിരിച്ചതെന്ന്. ഇവിടെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാൻ തന്നെയാണ് പറയുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഒരു മദർഹുഡിനെയാണ് കാർഡ് പറയുന്നത്. പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങളെ സ്വപ്നങ്ങളെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങളിലെ പവർഫുൾ വിഷനെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോവുകയാണ്. പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായി കഴിഞ്ഞു. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് കൊണ്ടുവരും. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മാത്രമാണ് ആവശ്യം. ഇവിടെ ചില റീഡിങ്ങിന് താഴെ കാണാം കമൻറ്റിൽ, എന്നും നിംസ് ഇങ്ങനെ പറയണ്ടല്ലോ, ദ പേഴ്സൺ വരുന്നു, ദ പേഴ്സൺ വരുന്നു. അത് ജനറൽ റീഡിംഗ് ആണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അങ്ങനെ സംശയമുള്ളവർക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് എടുത്ത് നോക്കാം. കറക്റ്റായിട്ട് റീഡിംഗ് എടുത്തു പോയവരുണ്ട്, കാര്യം സാധിച്ചവരുണ്ട്. നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ സമയത്തിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് മാത്രം കരുതുക. ഇന്ന് ഒത്തിരി പേർക്ക് കാര്യം സാധിച്ചിട്ടുണ്ട്. അത് യൂണിവേഴ്സിൻ്റെ ശക്തി തന്നെയാണ്, യൂണിവേഴ്സിൻ്റെ പവർ തന്നെയാണ്. വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആമയുടെയും മുയലിനെയും കഥ കേട്ടിട്ടുണ്ടോ? നിങ്ങളിലേക്ക് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനാണ്. ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? അതിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നേ, വിശ്വസിക്കുക. പിന്നെ ഞാൻ വെറും ഒരു ടാരോട്ട് റീഡർ മാത്രമാണ്. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയാണ്. എനിക്ക് കാർഡ് എടുത്തിട്ട് എന്താണോ കിട്ടുന്നത് അത് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്, വളരെ ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഞാൻ ഒരു റീഡർ മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിന് സപ്പോർട്ട് തരാനായിട്ട്, നിങ്ങൾ ഒരാളായിട്ട്, ഒരു ഗൈഡായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ദിവസം റീഡിംഗ് ഇട്ടില്ലെങ്കിൽ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമാണ്. എന്തുകൊണ്ട് നിംസി റീഡിംഗ് വന്നില്ലല്ലോ പറയും. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ഞാൻ റീഡിംഗ് എടുക്കുന്നത്. നമ്മളെ വിശ്വസിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ സൺ കാർഡാണ് വന്നിട്ടുള്ളത്. സൺ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എങ്ങനെ? ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് സക്സസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അബഡൻസിൻ്റെ വക്കീലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജിയാണ് വരുന്നത്, പോസിറ്റിവിറ്റിയാണ് വരുന്നത്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹവും തിരിച്ചുവരവും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് സൺ കാർഡ് പറയുന്നത്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്നാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു, അതിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിക്കുകയാണ് എന്ന് കാർഡ്സ് പറയുകയാണ്. നിങ്ങൾക്ക് ആവശ്യം എന്താണെന്നറിയോ? കോൺഫിഡൻസ്. പിന്നെന്താണ് ആവശ്യം? മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ. നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു, ആക്ഷൻ എടുക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനാണ്. കോൺഫിഡൻസോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യുക. നിങ്ങളോട് ഭയക്കരുതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ഡിലേ വരുന്നുണ്ടെങ്കിൽ ഭയക്കരുത്. നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ അത് നിങ്ങളിലേക്ക് തന്നെയാണ് എത്തുക. ഇവിടെ ഫയറിനെയാണ് കാണിക്കുന്നത്, അവർ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. അവർ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവരത്രയേറെ വേദനിക്കുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾ എത്തിയാൽ മാത്രമേ ഈ ഫയർ അണയുകയുള്ളൂ, ഈ തീ അണയുള്ളൂ.
ഒരു കനലായിട്ട് അവരിൽ കിടക്കുകയാണ്, വേദനയായിട്ട് കിടക്കുകയാണ്. അവർ ചെയ്തിട്ടുള്ള തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കുകയാണ്. യൂണിവേഴ്സ് തന്നെയാണ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരിലേക്ക് കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്നത്. ഇവർ 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയം മുതൽ, നിങ്ങൾ റീഡിങ് കണ്ടു തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇനിയും ഇനിയും നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് വരുന്നത്. ആദ്യമൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് സഫലമാകുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ യൂണിവേഴ്സ് എന്നിലേക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടിത്തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് തന്ന അബൻഡൻസിന് താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. പ്രപഞ്ചം നിങ്ങൾക്ക് തരാണ്. നിങ്ങൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം മാത്രമല്ല നിങ്ങളിലേക്ക് എത്തുന്നേ, 9ൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അങ്ങനെ 9ൻ്റെ എനർജി നിങ്ങളിലേക്ക് വരാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട കാര്യം ഇത്ര മാത്രമാണ്: എൻ്റെ പ്രപഞ്ചമേ, എനിക്ക് നീ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. എനിക്കറിയാം ഇന്ന് ഞാൻ വേദനിക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും മേലേക്ക് എന്നിലേക്ക് സന്തോഷം കൊണ്ടുവരാനാണ് ഞാൻ അതിന് നന്ദി പറയുകയാണ്. എന്നിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം എനിക്കുള്ളതല്ല. ഇപ്പം എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി എനിക്കുള്ളതല്ല. അവർക്ക് കുറച്ച് കാര്യം ചെയ്യാണ്ടാവും, എനിക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ തിരിച്ചറിവ് എൻ്റെ പേഴ്സണ് വന്നിട്ട് അവർ വരട്ടെ, പൂർണ്ണമായിട്ടും എന്നിലേക്ക് വരട്ടെ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവേ വേണ്ട. ഓക്കെ, നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റത്തെ യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. അവരിപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് എന്നവർക്ക് മനസ്സിലാവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി. അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത്രയേറെ വേദനിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഹീലാവാൻ ശ്രമിക്കുന്നുണ്ട്, സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് തിരിച്ചറിയാണ്. നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മയിലൂടെ തന്നെയാണ് അവർ പോകുന്നത്. നിങ്ങളോട് ചെയ്ത തെറ്റിന് അവർ അനുഭവിക്കുന്നുണ്ട്, അവർ വേദനിക്കുന്നുണ്ട് എന്ന് കാർഡ്സ് പറയാണ്. ഇവിടെ ഇന്നവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എനർജിയോടാണ്. നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്, നിങ്ങളുടെ ആത്മാർത്ഥത എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, നിങ്ങളുടെ പേഴ്സണ് മാറ്റം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് കാർഡ്സ് പറയാണ്. നമുക്കിനി ഓറക്കിൾ ഡെക്ക് എടുക്കാം. കുറച്ച് ദിവസമായി ഓറക്കിൾ ഡെക്ക് എടുത്തിട്ട് ഓറക്കിൾ ഡെക്ക് എടുക്കുകയാണ്. Wish granted, hidden desires, enchanted whisper. ഇവിടെ ടാരോട്ട് കാർഡ് എടുത്തപ്പോഴും വിഷസ് ഗ്രാൻഡഡ് എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രേസ്ഫുൾ ഡാൻസ്, ചൂസ് വൈസ്ലി, stability, needs tending, it becomes a fatable when you make it real. നിങ്ങളുടെ ജീവിതം യാഥാർത്ഥ്യമാകുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇത് പഴങ്കഥയാകുന്നു എന്നാണ് പറയുന്നത്.
അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മാജിക്, എഫേർട്ട്, റിസൾട്ട് എന്നാണ്. നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് മാജിക് പ്രവർത്തിക്കുന്നു, സംഭവിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ എഫേർട്ടിന് അനുസരിച്ച് തന്നെയാണ്, നിങ്ങളുടെ പ്രയത്നം തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണുന്നത്. ഹിഡൻ ഡിസയേഴ്സ്, ദ സമ്മൺ എൽസ് ഓ എ ഫാൻറ്റസി ദാറ്റ്സ് അൺഫുൾഫിൽഡ്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഫാൻറ്റസി പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ്. അവരുടെ ഫാൻറ്റസി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളാണ്. ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ആഗ്രഹങ്ങൾ സഫലമായിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. സീക്രട്ട്, ടെംപ്റ്റഡ്, എഫയർ. അപ്പോൾ നിങ്ങളിന്ന് മറച്ചു വെച്ചിട്ടുള്ള രഹസ്യം നിങ്ങളോട് പറയും എന്ന് തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എൻചാന്റഡ് വിസ്പർ, ലിസൺ ടു യുവർ ഹാർട്ട് ആൻഡ് ടേക്ക് എ ചാൻസ് ഓൺ ലവ്. നിങ്ങളുടെ ഹൃദയം പറയുന്നതനുസരിച്ചിട്ട് പ്രണയത്തിൽ ഒരു അവസരം നേടാനാണ് പറയുന്നത്, അല്ലെങ്കിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഹൃദയമാണ് ഇവിടെ യെസ് പറയേണ്ടത്. ചാൻസിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ അവിടെ വെയിറ്റ് ചെയ്യാണ്. വണ്ടർ, ഡ്രീംസ്, പ്രോമിസ്. ഇനി നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇവിടെ വാഗ്ദാനം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത്ഭുതം സംഭവിക്കണം. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അവർ പ്രോമിസ് ചെയ്യണം, ഇനി നിങ്ങളിൽ നിന്നും തിരിച്ചു പോക്കില്ല എന്നുള്ളൊരു പ്രോമിസ് അവിടെ വേണം, അല്ലേ? നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയല്ലേ? ഇവിടെ ഗ്രേസ്ഫുൾ ഡാൻസ്, ലിഫ്റ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ബോത്ത് ഹൈ ആൻഡ് ലോ ടൈംസ്. ഇവിടെ നിങ്ങൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഉയർച്ച താഴ്ചകളിൽ ഒരുമിച്ച് നിൽക്കാനാണ്. നിങ്ങൾക്കൊരു മോശം സമയം വന്നപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയൊരു സമയം പോലെയല്ല ഇപ്പോൾ. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബോൾഡായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഉയർച്ച താഴ്ചകളിൽ ഒരുമിച്ചുണ്ടാകണമെന്നാണ്, ബാലൻസ് വേണമെന്നാണ്, നിങ്ങളെ ഒപ്പത്തിനൊപ്പം നിർത്തണമെന്നാണ്. ഇൻസ്പയർ, ഹോൾഡ്, ഫൂട്ടിങ്. നിങ്ങൾ പ്രചോദനം നേടിക്കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിക്കാനായിട്ട് തയ്യാറായി എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ചൂസ് വൈസ്ലി, കൺസിഡർ ലോങ് ടേം ഇഷ്യൂസ് ബിഫോർ യു കമ്മിറ്റ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. നിങ്ങളും അവരും തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് പരിഹരിക്കണം, എന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് പറയുന്നു. വെയിറ്റ്, കോംപ്രമൈസ്, ട്രസ്റ്റ്. വെയിറ്റ് ചെയ്യാൻ പറയാണ്. തീരുമാനം കറക്റ്റായിട്ട് എടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക. പരസ്പരം വിശ്വാസമാണ് ഇനി വേണ്ടതെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഉറച്ച നിലപാടോടുകൂടി നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. സ്റ്റെബിലിറ്റി, ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. നിങ്ങളുടെ ബാലൻസ് കണ്ടെത്താൻ യൂണിവേഴ്സ് പറയാണ്. ഇവിടെ ബോട്ട് ഇളകരുതെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഇളക്കം സംഭവിക്കരുത് എന്നാണ്. കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് സ്റ്റെബിലിറ്റി, ബാലൻസ് ഈ ബന്ധത്തിൽ വേണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് സംസാരിക്കുക, വ്യക്തമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. വോയിസ് കാം സ്റ്റഡി എന്നാണ്. നല്ലതുപോലെ നിങ്ങളുടെ പാസ്റ്റിലെ ജീവിതം എന്താണ്, ഇപ്പോഴത്തെ ജീവിതം എന്താണെന്ന് സ്റ്റഡി ചെയ്യുക. നിങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങളുടെ വിശകലനം ചെയ്യുക. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് തിരിച്ചുപോക്ക് ഉണ്ടാവരുത്. കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നീഡ്സ് ടെൻഡിങ്, പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട്. നിങ്ങളുടെ ജീവിതത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് യൂണിവേഴ്സ് പറയാണ്. എങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കൂ എന്ന് പറയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് യൂണിവേഴ്സ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും അവരെയാണ് ചേസ് ചെയ്ത് പോയിരുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എന്തും തിരിച്ചു വരുമെന്നാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചു വരും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് യൂണിവേഴ്സ് പറയുന്നത്.
നൗറിഷ് ഡേറ്റിംഗ് റെസ്പോണ്ട്. കറക്റ്റായിട്ട് സംസാരിച്ച് പ്രതികരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈം കാർഡ് കൂടി എടുക്കാം. എന്താണ് കാർഡ്സൊക്കെ വീഴാണ്. മാർച്ച് 3 ഫുൾ മൂൺ ആണ്. അഫർമേഷൻ ചെയ്യൂ കേട്ടോ. ഇവിടെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് 1/10/1928 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ്. അപ്പോൾ നിങ്ങളുടെ പിതാവിൽ നിന്നാണ് നിങ്ങൾക്കൊരു സഹായം ലഭിക്കുന്നത്. വീണ്ടും ഡേറ്റ് ആണ് ഓൺ 6/15 or 24 of this month or next take your spouse or partner help. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവണ കാർഡ് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാം. ഇവിടെ വിത്തിൻ 1 വീക്ക് 3 കാർഡ് എടുക്കുന്നുള്ളൂ. ഇതിലേത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കാം. നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് ആണെങ്കിൽ സ്വീകരിക്കാം, ഇല്ല വെച്ച് കഴിഞ്ഞാൽ വിറ്റ് കളയാം. ഈ റീഡിങ് നിങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒത്തിരി ടാരോട്ട് റീഡേഴ്സ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അതിലൂടെയും ഇതിലൂടെയൊക്കെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏതാണോ വാലിഡ് ആവാൻ വെച്ചാൽ സ്വീകരിക്കാം, കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിങ് കാണാനായിട്ട് സമയമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ റീഡിങ് കാണാൻ പറ്റുള്ളൂ. അതങ്ങനെയാണ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇത് ടൈംലെസ് റീഡിംഗ് ആണെന്ന്. ഓക്കെ, സ്ഥിരമായിട്ട് കാണുന്ന റീഡിങ് കാണുന്നവരുണ്ട്, അല്ലാതെ അപ്രതീക്ഷിതമായിട്ട് റീഡിങ് കാണുന്നവരുണ്ട്. പുതിയ പുതിയ വ്യക്തികളുണ്ട്, പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് മാത്രമേ റീഡിങ് കാണാൻ പറ്റുള്ളൂ. നിംസിൻ്റെ പ്രാർത്ഥന, നിംസിൻ്റെ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പ്രചോദനമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ്. അപ്പം ഞാൻ റീഡിങ് നിർത്തുകയാണ്. റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും എല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.